എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഒരു സാധാരണ നമ്മൾ തനി നാടൻ ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ സവോളയും കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഈ സവോളയും കുഞ്ഞുള്ളിയൊക്കെ വഴട്ടാനായിട്ട് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലോട്ട് തൊണ്ടൻ പച്ചമുളക്, ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലാണ് തൊണ്ടൻ പച്ചമുളക്. അപ്പോൾ ആ തൊണ്ടൻ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതില്ല എങ്കിൽ നമ്മൾ സാധാരണ പച്ചമുളകാണെങ്കിലും മതി. അതുകൊണ്ട് ഞാനൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 5-10 മിനിറ്റ് മൂടി ഒരു ചെറിയ തീയിൽ വെച്ചപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോള, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി വേവിക്കാനായിട്ട് ഇട്ടപ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഉള്ളി വഴട്ടി വേവിക്കാനായിട്ട് ഇട്ടത്. വെള്ളമൊന്നും ചേർത്തല്ല, അല്ലാതെ ഒന്ന് മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചത്. ഇനി ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചിക്കൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇതെല്ലാം കൂടി യോജിപ്പിക്കുക. എന്നിട്ട് ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അപ്പോൾ ചെറുതായിട്ട് വെള്ളം ഒന്ന് ഇതിൽ നിന്ന് ഇളക്കി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ല, ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചൊക്കെ എടുക്കാം. 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടിയേക്കാളും കുറച്ച് കൂടുതലാണ് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ച് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കാനായിട്ട്. അപ്പോൾ വേവിച്ച് അപ്പം വെള്ളമെല്ലാം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ ആ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം, അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇതിലോട്ട് കണ്ടല്ലോ, ഞാൻ ഉപ്പ് ഞാൻ ഇതിനിടയ്ക്ക് നോക്കിയിട്ടുണ്ട്, അപ്പോൾ ഉപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളത്. പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് പിന്നെയും വെന്ത് വരാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ വരുന്ന സമയത്ത് ഞാൻ വയനയില, അത് നമ്മളെ ബേ ലീവ്സില്ലേ, അത് പച്ച ബേ ലീവ്സാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നല്ല മണമായിരിക്കും. അതിനൊരു പകുതി ബേ ലീവ്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു മണം, അതിൻ്റെ ഒരു മണം ഇങ്ങനെ വന്നിട്ടിരിക്കും. കണ്ടല്ലോ, അപ്പോൾ ചാറെല്ലാം ഒന്ന് ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിനൊന്ന് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. എന്നിട്ട് ഇതിലോട്ട് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും, അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് BVSൻ്റെ നാടൻ ചിക്കൻ മസാല ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ അതും കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ BVSൻ്റെ നാടൻ ചിക്കൻ കറി മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ വീണ്ടും കുറച്ച് കൂടുതൽ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ മല്ലിയിലയും പിന്നെ ഒരു അര ടീസ്പൂണോളം നെയ്യും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ബേ ലീവ്സിൻ്റെ കുറച്ചുണ്ടായിരുന്നു, വയണയിലേൻ്റെ കുറച്ച് അതും പിന്നെ കുറച്ച് രമ്പയിലയും. ഈ ഇലകളെല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ ചിക്കൻ കറി വേറൊരു ലെവലാവും. ഭയങ്കര രുചിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു ഇതിൻ്റെ എല്ലാ ഫ്ലേവറും ആ ചിക്കൻ കറിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു അടിപൊളി കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയായിരുന്നു. അപ്പം ഞാൻ ഈ ചിക്കൻ കറിയോടൊപ്പം കഴിക്കാനായിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാ പേരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചിക്കൻ കറി. ഈ ഒരു ഈ ചിക്കൻ കറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഈ ഇലകളെല്ലാം കൂടി ചേർത്ത് ഞാനൊരു 5-10 മിനിറ്റ് ഞാനത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രമ്പയിലയുടെയൊക്കെയും വയനയിലയുടെയും മല്ലിയില ഈ ഒരു മണവും ഇതുമെല്ലാം ആ ചിക്കൻ കറിയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.